നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. 2025 ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ശനിയുടെ രാശിമാറ്റത്തെ പറ്റി ഉള്ള പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നത് 2.5 വർഷം ശനി ഒരു രാശിയിൽ നിൽക്കുമെന്നുള്ളതാണ്. അത് വാസ്തവമാണ്. 2.5 വർഷം ശനി ഒരു രാശിയിൽ നിൽക്കും. ഓരോ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആചാര്യൻ പറയുന്നത് ഒരാൾ ജനിക്കുന്ന ദിവസവും സമയവും വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ സമയം വെച്ച് നോക്കി നമ്മൾ ഹൊറോസ്കോപ്പ് അല്ലെങ്കിൽ ഗ്രഹനില തയ്യാറാക്കുമ്പോഴാണ് ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചതെന്നും ആ നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലാണ് ജനിച്ചതെന്നും മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയുടെ 2.5 വർഷത്തിനകത്തുള്ള ഒരു പ്രത്യേക കാലഘട്ടം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കണ്ടകശനി എന്ന് പറയുന്നത് 2.5 വർഷം. ഒരു ശനി ഒരു രാശിയിൽ നിന്ന് മാറുന്നത് 2.5 വർഷമാണ്. 2025 മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2027 ജൂൺ 3 ശനി മീനൻ രാശി കടന്ന് മേടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അത്രയും കാലം ശനി 2.25 വർഷത്തിലധികം ശനി മീനൻ രാശി നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രക്കാർക്ക് ദോഷമുണ്ടാവും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും മറ്റുള്ള വീഡിയോസിലും അമ്പലത്തിലൊക്കെ ഉള്ള പോറ്റിമാർക്ക് പലരും നക്ഷത്രം കേൾക്കുമ്പോൾ ഉണർത്തമാണോ, വശക്കാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ പൂയമാണോ, അഷ്ടമ ശനി അങ്ങോട്ട് കഴിയല്ലേ ഉള്ളൂ, ഇനി 9 ശനിയാണല്ലോ, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ആചാര്യൻ പറയുന്ന അനുസരിച്ചിട്ട് ഏത് പാദത്തിലാണോ നിൽക്കുന്നത് ആ പാദത്തിൽ അല്ലെങ്കിൽ ആ ഡിഗ്രിയിൽ നിന്നും 5 ഡിഗ്രി മുന്നോട്ടും 5 ഡിഗ്രി മുമ്പോട്ടും ഉള്ള ആ ഒരു 10 ഡിഗ്രിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം മാത്രമേ ശനിയുടെ ദോഷമുണ്ടാവുള്ളൂ. 2.5 വർഷമൊക്കെ ശനി ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ജീവിച്ചിരിക്കേണ്ട ഇവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ പറയുന്ന ഒരു 10 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷം മാത്രമേ ഈ കാലഘട്ടം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ട് ശനിയുടെ ആ മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നില്ല. ആ ആവശ്യക്കാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ശനിയുടെ യഥാർത്ഥത്തിൽ കണ്ട ശനി, 7 ശനിയുടെ പ്രത്യേകത ഞാൻ അതിൽ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാം. അതുകൊണ്ട് നേരിട്ട് ഞാൻ ഓരോ നക്ഷത്ര പാദങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, പുണർതം, പൂയം, ആയില്യം, 3 നക്ഷത്രങ്ങളാണ്. പുണർത നക്ഷത്രം എന്ന് പറയുമ്പോൾ പുണർതം 2 രാശിയിലായിട്ടാണ് നിൽക്കുന്നത്. പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ മിഥുനൻ രാശിയിലും 4ാമത്തെ പാദം കർക്കിടകൻ രാശിയിലുമാണ് നിൽക്കുന്നത്. സാധാരണ രീതി പറയുകയാണെങ്കിൽ മിഥുനൻ രാശി നിൽക്കുന്നവർക്ക് ഇപ്പോൾ കണ്ടകശനി എന്നാണ് ഇപ്പോൾ. ഞാനത് ഈ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് അതിനൊരു അത്ര 2 വർഷമില്ല, അതിന് പകരം അതിനെ ഷോർട്ടാക്കിയിട്ടുണ്ട്. പുണർതം 1ാം പാദക്കാർക്ക് കണ്ടകശനി അല്ലെങ്കിൽ 10ലെ ശനി തുടങ്ങുന്നത് 2026 മെയ് മാസം 1-ാം തീയതി മുതലാണ്. ഇനി 1 വർഷമുണ്ട്. അപ്പോൾ 2025 അതുവരെയുള്ള കാലഘട്ടം, ഇപ്പോൾ 2025 കംപ്ലീറ്റ് ന്യൂട്രലാണ്. അത് കഴിഞ്ഞാൽ അതുവരെയുള്ള കാലഘട്ടത്തിൽ ശനി ഒരു ദോഷവും ചെയ്യില്ല, ശനി ഗുണവും ചെയ്യില്ല. ശനി ന്യൂട്രൽ പൊസിഷനാണ്. നേരത്തെ ശനി 9 അത് 10 വരികയാണ്. അപ്പോൾ അതാണ് അവരുടെ കാലഘട്ടം. ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് 2026 മെയ് മാസം തൊട്ട് കണ്ടകശനി ആരംഭിക്കുള്ളൂ. പുണർതം 2ാം പാദം എന്ന് പറയുമ്പോൾ മിഥുനൻ രാശി തന്നെയാണ്. അതിനും 2025 കംപ്ലീറ്റ് ന്യൂട്രലാണ്. 10ാം കണ്ടകശനി തുടങ്ങുന്നത് മെയ് മാസം 2026. നേരത്തെ പറഞ്ഞാൽ മെയ് മാസം 2026 ശനി തുടങ്ങുന്നത്. 1ഉം 2ഉം ഭാഗങ്ങൾ തുടങ്ങുന്നത് 2026 മെയ്യാണ്. 10ലെ ശനിയെ പറ്റി നമുക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. അടുത്ത 2026 തുടങ്ങുന്ന 10ലെ ശനി വരുമ്പോൾ ഹൃദയരോഗങ്ങൾ, ധനനഷ്ടം, പേരദോഷം, പുതിയ കർമ്മങ്ങളിൽ പ്രശ്നമൊക്കെ പറയാൻ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് അലച്ചിലുണ്ടാവും. 2ാം ശനിയുടേതായ പ്രൊഫഷണൽ അലച്ചിലുണ്ടാവും. സെയിൽസിൽ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ കയറി ഇറങ്ങേണ്ടി വരും പലയിടത്തും. ഇങ്ങനെ എന്താണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ 10ലെ ശനി വരുന്നവിടെയാണ് മീനൻ രാശിയിലാണ്. അപ്പോൾ കാൽപാദങ്ങളിലും കാലിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും കർമ്മ തടസ്സങ്ങളെ പറ്റി പറയാൻ പറ്റും. കർമ്മങ്ങൾ തടസ്സമുണ്ടാകും. അപ്പോൾ കർമ്മം ചെയ്യുന്ന സമയം കൂടാണ് ശനി വരുമ്പോൾ. വേണ്ടപ്പെട്ടൊരാരും മരണപ്പെടുകയോ അത് സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യും. ഇതൊക്കെ 2024 തുടങ്ങുന്നത്. അപ്പോൾ
തൽക്കാലം നമ്മുടെ ശനിയുടെ ഒരു പ്രോഗ്രഷൻ ഈ പുണർദം 1, 2 പാദക്കാർ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പുണർദം മൂന്നാം പാദമാണെങ്കിൽ 2025 ഇപ്പോൾ അടുത്ത മാസം 2025 ഏപ്രിൽ 30 വരെ, എന്നുവെച്ചാൽ ഒരു മാസം കൊണ്ട് ഏപ്രിൽ 30 വരെ ശനി 9-ലാണ്. 10ലേക്ക് വന്നാലും ശനി 9-ൽ ശനി മാറിയിട്ടില്ല. അപ്പോൾ 9-ൽ ശനി നിൽക്കുമ്പോൾ 10-ൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അഷ്ടമശനിയുടെ അത്രയും ബുദ്ധിമുട്ടില്ല എന്നുള്ളല്ലാതെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. പുണ്യസ്ഥല സന്ദർശനമാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വെക്കേഷനൊക്കെ വരികയില്ല, ഒരു പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് അലങ്ങി തിരിഞ്ഞ്, പിന്നെ ചുമ്മാ കാറിൽ ലക്ഷറി കാറിലൊന്നും അല്ല പോകേണ്ടത്, ബസ്സിലും ട്രെയിനിലൊക്കെ ഇവിടെ അമ്പലങ്ങളിൽ പോയി വരുന്നത് വളരെ നല്ലതാണ്. ശനിയുടെ ദോഷങ്ങൾ മാറ്റാൻ നല്ലതാണ്. ബാക്കിയുള്ള 2025 ഏപ്രിൽ 30 കഴിഞ്ഞ് പിന്നെ ന്യൂട്രലാണ്. ദർ ഇസ് നോ വേറെ 10 ശനി തുടങ്ങുന്ന എപ്പോഴാണ്? അടുത്ത വർഷം 2026 ജൂണിൽ തുടങ്ങുള്ളൂ. അതുവരെ നിങ്ങൾക്കൊരു ന്യൂട്രൽ പീരീഡാണ് വരുന്നത്. രണ്ട് പുണർദം നക്ഷത്രത്തിൻ്റെ മിഥുനം രാശിയിലെ കാര്യങ്ങൾ. ഇനി അടുത്ത പുണർദം 4-ാം ഭാവം ഏപ്രിൽ 2025 തൊട്ട് 2026. അതിന് 9-ാം ഭാവത്തിലെ ശനി ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അവർക്ക് 2025 ഇപ്പോൾ അടുത്ത മാസം ഏപ്രിലാണ് 9-ൽ ശനി തുടങ്ങുന്നത്. അത് 2026 ഏപ്രിൽ വരെ ഒരു വർഷക്കാലമായിട്ട് 9-ൽ ശനിയാണ്, 10-ലല്ല. 10-ൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല 9-ൽ ശനി വരുമ്പോൾ. അവർക്ക് കർമ്മങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ടശനിയല്ല, കണ്ടശനിക്ക് കുറച്ച് കുറവുണ്ട് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ആ ഒരു പീരീഡാണ്. അപ്പോൾ അവർക്ക് കണ്ടശനി അവർക്ക് 9-ലെ ശനിയാണ് 2025 ഏപ്രിൽ തൊട്ട് 2026 ഏപ്രിൽ വരെ. വലിയ ദോഷമില്ല എന്ന് മാത്രം പറയാം, അല്ലാതെ വലിയ ഗുണകരമൊന്നുമല്ല. ഇതുമല്ല പൂയം 1-ഉം 2-ഉം ഭാഗങ്ങൾ. പൂയം 1-ഉം 2-ഉം ഭാഗങ്ങൾ മെയ് 2025 തൊട്ട് ജൂൺ 26 വരെ. ഈ അടുത്ത മെയ് മാസം 2026 മെയ് മാസം തൊട്ട് 2025 മെയ് മാസം തൊട്ട് 2026 മെയ് മാസം വരെ പിന്നെ അവർക്ക് പൂയം 1-ഉം 2-ഉം പാദക്കാർക്ക് 9-ൽ ശനിയാണ്. അത് കർമ്മവിഘ്നങ്ങൾ 9-ൽ ശനി എന്തൊക്കെ പറയുന്നത്? ശത്രുക്കളുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകാൻ കഴിയാത്ത ലെവലിലുള്ള കാര്യങ്ങൾ വരും. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും, അല്ലെങ്കിൽ നമുക്ക് ബന്ധങ്ങളും ഒക്കെ വരും. കർമ്മവിഘ്നം വരും. പുണ്യസ്ഥല സന്ദർശനമാണ് അതിന് ഏറ്റവും പറ്റിയ സമയം. അപ്പോൾ പൂയം 1-ഉം 2-ഉംകാർക്ക് 9-ൽ ശനി മെയ്യിൽ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ അഷ്ടമ ശനി കഴിഞ്ഞ് ന്യൂട്രൽ പീരീഡാണ്. മെയ് 2025 തുടങ്ങി ജൂൺ 26 വരെ ഒരു വർഷക്കാലഘട്ടം 9-ൽ ശനിയാണ്. അത് കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷൻ വരുന്നത്. പൂയം 3-ാം ഭാഗം വരുന്നത് 2025 കംപ്ലീറ്റ് ന്യൂട്രലാണ്. അഷ്ടമ ശനി കഴിഞ്ഞിട്ട് ന്യൂട്രലായിട്ട് പൊസിഷൻ നിൽക്കുകയാണ്. അവർക്ക് ഒരു പ്രശ്നം ശനിയെ കൊണ്ടുള്ള ഗുണവുമില്ല ദോഷവുമില്ല. 2025 2026 ഫെബ്രുവരിയിലാണ് 9-ൽ ശനി തുടങ്ങുന്നത്. 9-ൽ ശനിയാണ്. പൂയം 4-ാം ഭാവം 2025 തികച്ച ന്യൂട്രലാണ്. 2026 ഏപ്രിൽ മാസം തൊട്ടാണ് 9-ൽ ശനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 9-ൽ ശനി കണ്ട ശനിയല്ല, 9-ൽ ശനി. ഇങ്ങനത്തെ ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രം 1-ഉം 2-ഉം ഭാഗങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം പറയും. ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഈ പാദങ്ങൾ ഏത് പാദമാണ് 1-ാം പാദം 2-ാം പാദം അറിയില്ലെങ്കിൽ മെസ്സേജ് ബോക്സിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജനിച്ച സ്ഥലവും വെച്ചിട്ട് മെസ്സേജ് നിങ്ങളുടെ ഏത് പാദമാണെന്ന് പറഞ്ഞു തരുന്നതാണ് മെസ്സേജിൽ. അതേപോലെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഈ ശനിയുടെ ഞാൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് പറയുന്നതെന്നുള്ള രീതിയിൽ ശനിയുടെ കണ്ട ശനിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ. ഇനി നമുക്ക് ആയില്യം നക്ഷത്രം നോക്കാം. ആയില്യം 1-ഉം 2-ഉം പാദങ്ങൾ. കർക്കിടക രാശിയിലാണ് 1-ഉം 2-ഉം പാദങ്ങൾ. ആയില്യം 2025 തികച്ച ന്യൂട്രലാണ്, ഒരു പ്രശ്നവുമില്ല. അഷ്ടമ ശനി കഴിഞ്ഞിട്ട് ഉള്ളൊരു പീരീഡാണ്. 9-ലെ ശനി തുടങ്ങുന്നത് മെയ് 2026 തൊട്ടാണ്. 2026 മെയ് വരെ കംപ്ലീറ്റ് ന്യൂട്രലാണ്, ഒരു പ്രയാസവും ഇല്ല. ശനിയെ കൊണ്ടുള്ള പ്രയാസങ്ങളില്ല. ആയില്യം 3-ാം പാദം അതും അതേ 2025 കംപ്ലീറ്റ് ന്യൂട്രലാണ്. 9-ാം ഭാവത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 മെയ് മാസത്തിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആയില്യം 4-ാം പാദം ഈ 2025 ഏപ്രിൽ വരെ, എന്ന് വെച്ചാൽ അടുത്ത മാസം വരെ ഏപ്രിൽ 25 ഏപ്രിൽ 30 വരെ ശനി അഷ്ടമത്തിലാണ്.
അഷ്ടമത്തിലെ ശനിയുടെ പ്രയാസം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ്. ബാക്കിയുള്ള ഈ വർഷം കംപ്ലീറ്റ് ന്യൂട്രലാണ്, പ്രശ്നമില്ല. 9 ശനി സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2024 9 ശനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഞാൻ ശനിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, കൂടാതെ പരിഹാരങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റ് സാധാരണയുള്ള ഗ്രഹ സമാധാനത്തിനുള്ള പരിഹാരം കൊണ്ടിട്ടുണ്ട്. മെസ്സേജ് ബോക്സിൽ നമുക്ക് ഏത് ഇത് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.